KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ ഭാര്യയുടെ പേരിൽ കേസെടുത്തതിനെ പ്രതിരോധിച്ച് കോൺഗ്രസ്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. തട്ടിപ്പിൽ ഭാര്യയ്ക്ക് പങ്കില്ലെന്നും രാഷ്ട്രീയമായി തേജോവധം ചെയ്യാൻ ഭാര്യയുടെ പേരിൽ കള്ളക്കേസെടുത്തതെന്നും ടി സിദ്ദിഖ് കോഴിക്കോട് പറഞ്ഞു. കേസിനെക്കുറിച്ച് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. തട്ടിപ്പ് നടന്ന സ്വിസ് ബാങ്ക് എന്ന നിധി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 2022 ഭാര്യ രാജിവെച്ചിരുന്നു. പരാതിയിൽ പറയുന്ന തട്ടിപ്പ് നടന്നത് 2023 പരാതിക്കാരിയെ ഭാര്യയ്ക്ക് നേരിട്ട് പരിചയമില്ല. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ശരിയല്ലെന്ന് മനസ്സിലാക്കിയാണ് ഭാര്യ രാജിവെച്ചത്. FIRൽ MD എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഭാര്യ ബ്രാഞ്ച് മാനേജറായിരുന്നു. ജോലി രാജിവെച്ച ശേഷം സ്ഥാപനവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതിന് വിവേചനമില്ല, ഇവരുടെ പണം തിരിച്ചു കിട്ടണം. പക്ഷേ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഇതിന് നേതൃത്വം കൊടുത്തത് ഇവരും കൂടിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിലുള്ളതായിരിക്കുന്ന ഏർപ്പാട്, രാഷ്ട്രീയം, ദുരുദ്ദേശം വളരെ കൃത്യവും വ്യക്തവുമാണ്. അങ്ങനെയൊന്നും ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ച് മുന്നോട്ട് പോകാമെന്ന് ഒരിക്കലും പോലീസ് കരുതണ്ട. ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് നീക്കും. രാഷ്ട്രീയ പകപോക്കലെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ MLAയുടെ ഭാര്യയുടെ ഒരു കേസെടുത്തത് രാഷ്ട്രീയപരമായി പകപോക്കാനും അപകീർത്തിപ്പെടുത്താനുള്ള ദുരുദ്ദേശപ്പെട്ട് തന്നെയാണ്. കേസിനെ കുറിച്ച് അറിയില്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. കേസെടുത്തായിട്ട് എനിക്കറിയില്ലായിരുന്നു. അന്വേഷിക്കട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാം. എനിക്കറിയാം. അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ഏത് കേസ് വേണമെങ്കിലും എടുക്കട്ടെ, നിയമത്തിന്റെ വഴിയിൽ കൂടെ തന്നെ നേരിടേണ്ട കേസുകൾ പാർട്ടി നേരിടും. ആ അന്വേഷണത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്തവൻ നാളെ കോടതി ഇറങ്ങി വരും. അത് കോടതി ഞങ്ങൾ കയറ്റും. കോഴിക്കോട് കോൺഗ്രസിന്റെ ജില്ലാ സ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചാണ് ടി സിദ്ദിഖും DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.